മണിക്കൂർ നീണ്ടുനിന്ന വാർത്താ സമ്മേളനത്തിന് ഒടുവിലാണ് പി.വി. അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സാധാരണ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് നിലമ്പൂരിൽ മത്സരിക്കാൻ, അതുകൊണ്ട് താൻ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. തുടക്കം തൊട്ട് തന്നെ രാഷ്ട്രീയപരമായി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. പിണറായി സത്തിനെതിരെയും പിന്നീട് വി.ഡി. സതീശനെതിരെയും വലിയ തരത്തിലുള്ള രൂക്ഷമായ ആരോപണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ കണ്ടു. ഷബീർ ഒമർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, കേരള രാഷ്ട്രീയത്തിലേക്ക് രണ്ട് പദങ്ങൾ സംഭാവന ചെയ്തുകൊണ്ടാണ് ഇത്തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനായി പി.വി. അൻവർ രംഗത്തിറങ്ങുന്നത്. ആദ്യം പിണറായിസമായിരുന്നു, എന്നാൽ ഇപ്പോഴിതാ വി.ഡി. സതീശന്റെ ഹിറ്റ്ലറിസത്തിലേക്കും എത്തിയിരിക്കുന്നു. ഈ പിണറായിസവും അതുപോലെ ഹിറ്റ്ലറിസത്തിനും എതിരെ നിന്നുകൊണ്ട് നിലമ്പൂരിൽ വോട്ട് പിടിക്കാൻ കഴിയും, ജയത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണോ അൻവർ ഉള്ളത്? അമൃത, സ്വാഭാവികമായും പി.വി. അൻവറിനെ സംബന്ധിച്ച് അത്തരമൊരു ആത്മവിശ്വാസമായിരിക്കും പുറത്തേക്ക് പ്രകടിപ്പിക്കുക. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിപ്പോൾ ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിൽ കരുത്ത് തെളിയിക്കുക എന്നത് മാത്രമായിരിക്കും പ്രധാന അജണ്ട. കാരണം UDF-മായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നണി പ്രവേശനത്തിനും മറ്റ് സഹകരണത്തിനും എല്ലാം തന്നെ ശ്രമിച്ചു. പക്ഷേ അത് സാധ്യമായില്ല. പിന്നീട് അദ്ദേഹം പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് പരസ്യമായി തന്നെ നിലപാടെടുത്തു. അതും അംഗീകരിക്കപ്പെട്ടില്ല. തുടർന്നാണ് അദ്ദേഹം ഈ മത്സരിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോയത്. എന്തായാലും അദ്ദേഹത്തിന്റെ കരുത്ത് തെളിയിക്കുക എന്ന നിലയിലേക്ക് വോട്ട് പിടിക്കാൻ പരമാവധി ശ്രമിക്കും. ആ സൂചനകളാണ് ഇന്നത്തെ മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടുള്ള പി.വി. അൻവറിന്റെ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അദ്ദേഹം വിമർശിക്കുന്നത് പ്രധാനമായും വി.ഡി. സതീശന്, ഒന്നാമത് വി.ഡി. സതീശൻ, രണ്ട് പിണറായി വിജയൻ, ഒപ്പം തന്നെ UDF-ന്റെ മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്ത്, മറ്റൊന്ന് M. സ്വരാജ് എന്നിങ്ങനെ കൃത്യമായ വിമർശനം അദ്ദേഹം ബാലൻസ് ചെയ്താണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. അതിൽ രൂക്ഷമായ വിമർശനം നേരിടേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണ്. കാരണം അതിന് പിന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ UDF പ്രവേശനം എന്തുകൊണ്ട് സാധ്യമായില്ല, തന്റെ പ്രശ്നം കൊണ്ടല്ല, അല്ലെങ്കിൽ തന്റെ പ്രസ്താവനകൾ കൊണ്ടല്ല ഈ വിഷയം അലമ്പായത്, അല്ലെങ്കിൽ ഈ വിഷയം ഇത്തരത്തിൽ അവസാനിച്ചത് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പി.വി. അൻവർ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായി വി.ഡി. സതീശനെ വിമർശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ പ്രശ്നം വഷളാക്കിയത്, അല്ലെങ്കിൽ ഈ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ താൻ മത്സരിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചത് വി.ഡി. സതീശൻ എന്നയാൾ മാത്രമാണ്. അദ്ദേഹത്തെ പരാമർശിക്കുന്നത് ഹിറ്റ്ലർ എന്നാണ്. ഹിറ്റ്ലർ എന്ന പരാമർശം കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു. പിന്നീട് അതിന് കാരണം കൂടി പറയുന്നു. UDF-ലെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് വി.ഡി. സതീശൻ മാത്രമാണ്. അല്ലെങ്കിൽ വി.ഡി. സതീശനെ കവച്ചു വെച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കാൻ മറ്റു നേതാക്കൾ കഴിയുന്നില്ല. എന്തിന് കെ.സി. വേണുഗോപാലിന് പോലും അദ്ദേഹത്തെ മറികടക്കാൻ കഴിയുന്നില്ല എന്നാണ് പി.വി. അൻവർ പറഞ്ഞു വെക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹം കൃത്യമായി തന്നെ ഈ UDF-നകത്ത് വിള്ളൽ വീഴ്ത്താൻ കഴിയുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ കൂടി നടത്തുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വി.ഡി. സതീശൻ പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടേതടക്കം ലീഗ് നേതാക്കളുടെ അഭിപ്രായത്തെ മാനിക്കുന്നില്ല. പി.കെ. കുഞ്ഞാലിക്കുട്ടിയോടും ഒപ്പം തന്നെ പാണക്കാട് തങ്ങളോടുമടക്കം പുച്ഛമാണ് എന്നതടക്കമുള്ള പ്രസ്താവന, ആരോപണം പി.വി. അൻവർ നടത്തുന്നു. കൃത്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ, വോട്ടുറപ്പിക്കുന്ന ലക്ഷ്യത്തോടെയുള്ള പ്രസ്താവനകളാണ്, ആലോചിച്ചുറപ്പിച്ച് നടത്തിയ പ്രസ്താവനകളാണ് പി.വി. അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നടത്തിയത്. മറ്റൊന്ന്, ആര്യാടൻ ഷൗക്കത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിനെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിപ്പിക്കരുത് എന്നതിന് കാര്യകാരണ സഹിതം വിശദീകരിക്കാൻ പി.വി. അൻവർ ശ്രമിക്കുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്തിനെ എതിർത്തത്, വ്യക്തിവിരോധം കൊണ്ട് മാത്രമല്ല എന്ന് സ്ഥാപിക്കാനാണ് പി.വി. അൻവർ ശ്രമിക്കുന്നത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിന്റെ നയനിലപാടുകളിൽ പ്രശ്നമുണ്ട്. അദ്ദേഹം മുസ്ലിം സാമുദായിക പ്രാതിനിധ്യം ഉൾക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ നിലയ്ക്കാണ് സ്ഥാനാർത്ഥിയായതെങ്കിൽ ഈ സമുദായത്തിന്റെ വോട്ട് അദ്ദേഹത്തിന് കിട്ടില്ല. അതിന് പലതര കാരണങ്ങളുണ്ടെന്ന് വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ നിലമ്പൂർ മണ്ഡലത്തിനകത്ത് വലിയ സ്വാധീനമില്ലാത്ത ആളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് കാരണമായി മറ്റൊന്നു കൂടി പറയുന്നുണ്ട്. 2016 പി.വി. അൻവർ മത്സരിച്ചപ്പോൾ നമുക്കറിയാം ഏതാണ്ട് 12,000 വോട്ടിനാണ് നിലമ്പൂരിൽ ജയിക്കുന്നത്. അന്ന് ആര്യാടൻ ഷൗക്കത്തായിരുന്നു എതിർ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ 2021 എത്തുമ്പോൾ അത് 2,700 വോട്ടായി കുറഞ്ഞു. അതിന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് കാരണം സ്ഥാനാർത്ഥിയുടെ മാറ്റം മാത്രമാണ് എന്നാണ് പി.വി. അൻവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുന്നത് താൻ സ്ഥാനാർത്ഥിയെ എതിർത്തത് ഏതെങ്കിലും തരത്തിൽ UDF-നെ പ്രതിസന്ധിയിലാക്കാനല്ല, തന്റെ ഉദ്ദേശം സതുദ്ദേശമായിരുന്നു എന്ന് പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ പി.വി. അൻവർ വിമർശിക്കുന്നത് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കുന്നു. കാരണം അദ്ദേഹം ഈ നിലയിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ രാഷ്ട്രീയ മുന്നണിയുടെ ഭാഗമായത്, ഈ TMC-യുടെ ഭാഗമായതെല്ലാം തന്നെ പിണറായിയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം MLA സ്ഥാനമടക്കം രാജിവെക്കുന്നത് പുറത്തു വരുന്നത്. അപ്പോൾ പിണറായി വിജയനെയും കൃത്യമായി അദ്ദേഹം വിമർശിക്കുന്നു. ഒപ്പം തന്നെയാണ് LDF-ന്റെ സ്ഥാനാർത്ഥി M. സ്വരാജിനെതിരെയും രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. അപ്പോൾ കൃത്യമായി LDF-ൽ നിന്നും UDF-ൽ നിന്നും വോട്ടുറപ്പിക്കാനുള്ള നീക്കമാണ് പി.വി. അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിൽ തന്നെ ശ്രദ്ധേയമായ കാര്യം,
പി വി അൻവർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പി വി അൻവറിനെ കാണാൻ വേണ്ടി വന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടായിരുന്നു. വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി വിമർശിക്കുന്നത്, രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റാണെന്ന് പറയുന്നു, അദ്ദേഹത്തെ ശാസിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെയാണ് കൃത്യമായി പി വി അൻവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിസത്തിന്റെ ഇരയാണ്. പിണറായിസത്തിന്റെ ഇരയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിസത്തെ തോൽപ്പിക്കണമെന്നാവശ്യപ്പെടാൻ അത് സതുദ്ദേശത്തോടെ തന്നെ സന്ദർശിച്ചതിനെ വി ഡി സതീശൻ വിമർശിക്കുന്നു. വി ഡി സതീശനും പിണറായിയും തമ്മിൽ അന്തർധാരയുണ്ട് എന്നാണ് പി വി അൻവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്കൊരു ബന്ധം അവർക്കിടയിലുണ്ട് എന്ന് പി വി അൻവർ പറയുന്നു. അപ്പോൾ കൃത്യമായി LDFിനെയും UDFിനെയും കടന്നാക്രമിച്ചുകൊണ്ട് അവരുടെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തി തനിക്ക് വോട്ടുറപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പി വി അൻവർ പങ്കുവെക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള രാഷ്ട്രീയ തന്ത്രമാണ് പി വി അൻവർ പയറ്റുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന പത്രസമ്മേളനത്തിനൊടുവിലാണ് അദ്ദേഹം മത്സരിക്കുന്ന കാര്യം പറഞ്ഞത്. ആ മത്സരിക്കുന്ന കാര്യം പറയുന്ന ഘട്ടത്തിലും വൈകാരികമാകാനും പി വി അൻവർ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താഴെ തട്ടിലുള്ള ജനങ്ങളെ സ്വാധീനിക്കാൻ ഉതകുന്ന തരത്തിൽ കൃത്യമായ മുന്നൊരുക്കത്തോടെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം പി വി അൻവർ നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് വ്യക്തമാകും. എന്തായാലും വലിയ തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ പി വി അൻവറും ഒപ്പം തന്നെ TMC നേതൃത്വവും നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടി വന്നാൽ എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അതെല്ലാം തന്നെ ചെയ്തിരുന്നു. നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള എന്തെല്ലാം ക്രമീകരണം ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. ഒപ്പം തന്നെ മണ്ഡലത്തിലും ചെറിയ രീതിയിലെങ്കിലും അവരുടെ സാന്നിധ്യം അറിയിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പി വി അൻവറിന്റെ ഫ്ലെക്സ് ബോർഡുകൾ മണ്ഡലത്തിലുടനീളം സ്ഥാപിക്കുകയും ചെയ്തു. നാളെ ഏതാണ്ട് 11 മണിയോട് കൂടിയായിരിക്കും പി വി അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അതോടുകൂടി നിലമ്പൂർ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറിമറിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി, ഷബീർ ഉമറാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിലമ്പൂരിൽ പി വി അൻവറിനെ സ്ഥാനാർത്ഥി